we discuss some graph of trigonometric functions. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പല ഏരിയയിൽ വരുന്ന ഒരു കാര്യമാണ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. അത് നമുക്ക് ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കാണുന്നത് sin x f(x) = sin x എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫാണ്. sin 0 ഇതിൽ എക്സ് ആക്സിൽ റേഡിയൻ മെഷറിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. 0, π/2, π, 3π/2, 2π, ദെൻ അഗൈൻ π/2 ആഡ് ചെയ്തിട്ടാണ് എക്സ് ആക്സിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ -π/2, -3π/2, -2π, -5π/2, -3π എക്സെട്ര. ഇതിൽ നമുക്കറിയാൻ പറ്റും, ഇതിൽ sin x-ൻ്റെ മാക്സിമം വാല്യൂ 1 ആണ്. ദാറ്റ് ഈസ് ഗ്രാഫിൻ്റെ മാക്സിമം വാല്യൂ എത്തിയിരിക്കുന്നത് 1-ലാണ്. മിനിമം വാല്യൂ -1-ലും ആയിരിക്കും. ഇതിനപ്പുറത്തേക്ക് ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരത്തില്ല. ഓക്കെ, ആ 1 അറ്റൈൻ ചെയ്യുന്നത് സൈൻ്റെ π/2 എന്ന് പറയുന്ന വാല്യൂവിനാണ് സൈനിന് 1 വാല്യൂ കിട്ടുന്നത്. അതിൽ ഓർക്കേണ്ട ഒരു കാര്യം, സൈൻ റേഷ്യോ π ആവുമ്പോഴും 0-ലും π-ലും 2π, 3π, 4π, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ -π, -2π, -3πയിലെല്ലാം സൈൻ റേഷ്യോ 0 ആണ്. അപ്പോൾ നമ്മൾ സൈൻ ഓഫ് nπ 0 ആണെന്നാണ് ജനറൽ കേസിൽ പറയുന്നത്. ഇനി π/2 നോക്കൂ, ഇത് 1π/2 ആണ്, ഇത് 3π/2 -1, 5π/2 +1, 7π/2 -1, ഇതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക്. സോ ദറ്റ് ഈസ് ദി ഗ്രാഫ് ഓഫ് f(x) = sin x. ഇതിൽ തന്നെ നമുക്ക് sin 2x-ഓ sin 3x ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ് ഗ്രാഫിന് വേരിയേഷൻ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് sin 2x, ഗ്രാഫ് ഓഫ് sin 2x. ആദ്യത്തത് ആ റെഡ് കർവ് എന്ന് പറയുന്നത് sin x ആണ്, ബ്ലൂ കർവ് എന്ന് പറയുന്നത് sin 2x ആണ്. നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, sin x 0 വരുന്നത് π-ലാണെങ്കിൽ sin 2x 0-ൽ വരുന്നത് π/2-ലാണ്. ഉണ്ടോ? ആ sin x മാറ്റിയാൽ sin π/2-ലാണ് 0 വരുന്നത്. ഓക്കെ, ഇവിടെ π/4 വരും. 0-ക്കും π/2-നും മിഡ് പോയിന്റ് ആയിട്ട് π/4 വരും. π/4-ലായിരിക്കും ഈ sin 2x-ൻ്റെ വാല്യൂ 1 ആകുന്നത്. അപ്പോൾ sin 2x-ൻ്റെ ഗ്രാഫ് sin x-ൽ നിന്നും വ്യത്യാസം വരുന്നത് നോക്കിയാൽ അത് മനസ്സിലാക്കുക. 0, അതുപോലെ sin 2x-ൻ്റെ കേസിൽ π/2-ൽ 0 ആണ്, π-ൽ 0 ആണ്, 3π/2-ൽ 0 ആണ്, 2π-ൽ 0 ആണ്, 5π/2-ലൊക്കെ sin 2x-ൻ്റെ വാല്യൂ 0 ആവും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഗ്രാഫ് ഓഫ് sin 2x. ഇതേപോലെ തന്നെ sin 3x നമുക്ക് വരയ്ക്കാം. sin 3x-ഉം വരയ്ക്കാൻ പറ്റും. ഇനി sin x/2 എന്ത് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. sin x/2. ഓക്കെ, f(x) = sin of x divided by 2. x divided by 2. See, sin x ഇതാണ് sin x/2. sin x/2-ൽ sin 2π-ലാണ് 0 വരുന്നത്. sin π മീൻസ് ഈ sin x/2 is 0 when x is equal to, ഇത് 0-ലും അതേപോലെ 2π-ലാണ്. 2π-ലാണ് sin x/2 0 ആവുന്നത്. അതുപോലെ sin x/2 1 ആവുന്നത് π-ലാണ്. അപ്പം ഇങ്ങനെ നമുക്ക് ഗ്രാഫ്, using this graph we can find the angle in which the sin x/2 is 0 or 1 or -1. Okay, next is f(x) = cos x. The graph of f(x) = cos x. cos 0 is 1. അപ്പോൾ ഇവിടെ എക്സ് ആക്സിൽ 0, π/2, π നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ എക്സ് ആക്സിൽ ചൂസ് ചെയ്യുന്നു. വൈ ആക്സിൽ 0, 1, 2, 3 എക്സെട്ര ആണ്. മാക്സിമം വാല്യൂ 1 ആൻഡ് മിനിമം വാല്യൂ ഈസ് -1. ഓക്കെ, അപ്പോൾ ഇതിലറിയാൻ പറ്റും 0 cos 0 1-ഉം cos π -1 ആണ്. അപ്പോൾ 0π-ലാണ് ഇതിനെ ഒരു ഡിഫറെൻറ്റ് വാല്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യാത്ത വാല്യൂസ് വരുന്നത് 0π-ലാണ്. വീണ്ടും π to 2π എടുക്കുമ്പോൾ വീണ്ടും വാല്യൂ അതേ വാല്യൂസ് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ മാക്സിമം വാല്യൂ 1 cos -π/2. അപ്പോൾ π/2-ലും 3π/2, 5π/2, 7π/2 ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2-ലാണ് ദീസ് കോസ് റേഷ്യോ 0 വരുന്നത്. ഓക്കെ,
നമുക്ക് cos 2x കൂടി നോക്കാം. cos 2x f of x is equal to cos 2x ന്റെ ഗ്രാഫ് നോക്കാം. cos 2x ഓക്കെ. cos 2x cos x മാറ്റിയല്ല കണ്ടോ. cos 2x നോക്കൂ. cos 2x cos x-ന് 0 ആകുമ്പോൾ വാല്യൂ 1 ആണ്. ഇതിൽ π/4 0 വരുന്നത്. x-ന് π/4, അതുപോലെ x-ന് π/2 പ്ലസ് π/4. ഒരു π/4 ആഡ് ചെയ്ത് പോകുന്നതനുസരിച്ച് ഇവിടെ π/4, അതുപോലെ π പ്ലസ് π/4, അതുപോലെ 3π/2 പ്ലസ് π/4. ഇവിടെ എല്ലാം കോസ് റേഷ്യോ 0 ആണ്. ഓക്കെ. സോ ദാറ്റ് ഈസ് കോസ് ഓഫ് 2x. Next function is cos of x by 2. See the graph of cos x by 2. Cos x by 2. See the graph of cos x by 2. cos 0 1 ആണ്. പിന്നെ 0 വരുന്നത് x by 2-ൽ പൈയിലാണ്. x-ന് പൈ കൊടുക്കുമ്പോഴാണ് 0 വരുന്നത്. അടുത്തത് 3π കൊടുക്കുമ്പോഴാണ് 0 വരുന്നത് x by 2-ൽ കോസ് റേഷ്യോ. ഓക്കെ. ഇതിൽ 1 -1 വരുന്ന പോയിന്റ് 2πയിലാണ്. 2π മൈനസ് കോസ് ഓഫ് x by 2 ഈസ് -1 when x is equal to 2π and when x is equal to -2π. ഇവിടെ എല്ലാം കോസ് റേഷ്യോ -1 ആണ്. സോ that is the graph of cos x, cos 2x, cos x by 2. Okay. Now see the graph of f of x is equal to tan x. The red line, the red curve ആണ് f of x is equal to tan x എന്ന് പറയുന്ന ഗ്രാഫ്. അതിൽ -π/2 to π/2-ൽ tan x നോക്കുക. 0 to π/2-ൽ tan x is increasing. 0 to π/2-ൽ ഇൻക്രീസ് ചെയ്ത് π/2-ൽ ഇത് ഈ π/2 എന്ന് പറയുന്ന x is equal to π/2 എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈനിന് അസിംപ്ടോട്ട് ആയിട്ട് വരും. അങ്ങനെയാണ് അത് ഇൻഫിനിറ്റിയിൽ ഇന്റർസെക്ട് ചെയ്യും എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അതേപോലെ നെഗറ്റീവ് π/2-ൽ ഈ ആക്സിസിൽ അല്ലെങ്കിൽ നെഗറ്റീവ് x is equal to നെഗറ്റീവ് π/2 എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ ഈ കർവ് ടച്ച് ചെയ്യത്തില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ tan 90 നോട്ട് ഡിഫൈൻഡ് എന്ന് പറയുന്നത്. ഈ കർവ്, ഈ ലൈനും ഈ കർവും കൂടി ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യത്തില്ല, ടച്ച് ചെയ്യില്ല. ഓക്കെ. അതേപോലെ π/2 to 3π/2-ലും ഇതേ ഗ്രാഫ് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. 3π/2 to 5π/2-ലും ഗ്രാഫ് റിപ്പീറ്റ് ചെയ്യും. ഇതേപോലെ നെഗറ്റീവ് എക്സ് ആക്സിസിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ -π/2 π/2-ലാണ് ഇതിൻ്റെ പ്രിൻസിപ്പൽ ഡൊമൈൻ ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ. അതുപോലെ tan π/4-ന്റെ വാല്യൂ ഈ 1 എന്ന് പറയുന്ന പോയിന്റ് അറ്റൈൻ ചെയ്യുന്നത് tan π/4 എന്ന് പറയുന്ന വാല്യൂവിലാണെന്നൊക്കെ നമുക്കറിയാം. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് tan x-ന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി tan 2x നമുക്ക് നോക്കാം. f of x is equal to tan 2x നോക്കിയാൽ tan 2x f of x is equal to tan 2x നോക്കൂ. tan x-ഉം tan 2x-ഉം തമ്മിലുള്ളൊരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. അതിൽ ഞാൻ tan x മാറ്റാം. ഉണ്ടോ? tan 2x-ൽ 0 to -π/2 π/2-ലല്ല -π/4. ഈ കർവിന് നേരത്തെ 0 to π/2-ലായിരുന്നെങ്കിൽ ഇവിടെ π/2 വരെയിലാണ് ആ സ്ട്രെയിറ്റ് ലൈൻ ഫോം ചെയ്തിരുന്നെങ്കിൽ സ്ട്രെയിറ്റ് ലൈനും കർവുമായിട്ട് x is equal to π/2-ഉം കർവുമായിട്ടാണ് ഡിസ്റ്റൻസ് വളരെ കുറഞ്ഞു വന്നിരുന്നതെങ്കിൽ അടുത്ത tan 2x-ന്റെ കേസിൽ അത് π/4 എന്ന് പറയുന്ന ഈ 0-ക്കും π/2-നും മിഡ് പോയിന്റ് ആയിട്ട് π/4 എന്ന് പറയുന്ന ഒരു ലൈനിൽ x is equal to π/4 വരച്ചാൽ അവിടെ ഈ കർവ് ഇന്റർസെക്റ്റ് ഇൻഫിനിറ്റിയിൽ ടച്ച് ചെയ്യുന്നു എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വരും. അവിടെ ഏതാ π/4 എന്ന് പറയുന്ന പോയിന്റിൽ. സോ ദാറ്റ് ഈസ് tan 2x എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് tan x/2 നോക്കിയാലോ. f of x is equal to tan x divided by 2. tan x/2 x divided by 2 എന്ത് കിട്ടും? tan x/2-ൽ see the curve no അത് പൈയിലാണ്. tan x-ന് പൈ കൊടുക്കുമ്പോൾ ഇത് π/2 എന്നാവും. അവിടെയാണ് നോൺ ഡിഫൈൻഡ് ആയിട്ട് വരുന്നത്. ഓക്കെ. സി x is equal to പൈയിൽ ഇത് നോട്ട് ഡിഫൈൻഡ് ആവും, ഇൻഫിനിറ്റി ആവും.
മൈനസ് പൈ ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത്. ടാൻ എക്സ് ബൈ ടുവിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് മൈനസ് പൈ. ഓക്കെ, സോ ദിസ് ഈസ് ടാൻ എക്സ് ബൈ ടു. അടുത്തത് ടാൻ 2x ആണ്, ഇത് ടാൻ എക്സ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്തത് ടാൻ എക്സ് ആയിരുന്നു. ടാൻ എക്സിൽ മൈനസ് പൈ ബൈ ടു ആണ് അതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത്. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് -∞ ടു ഇൻഫിനിറ്റി ആണ്. ഇനി രണ്ടാമത്തതിൽ ടാൻ 2x ആണ്. ടാൻ 2xൻ്റെ ഗ്രാഫ് ബ്ലൂ ലൈൻ ഗ്രാഫാണ്. അതേപോലെ അടുത്തത് ടാൻ എക്സ് ബൈ 2 ആണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് സൈൻ എക്സ്, ദറ്റ് ഈസ് കൊസീക് എക്സ്. ഗ്രാഫ്, ഈ ഗ്രാഫിൻ്റെ പ്രത്യേകത അറിയാൻ പറ്റും. ഇത് -1 1-ൽ ഈ ഗ്രാഫ് ഇല്ല എന്നാണ്. ഇൻ ബിറ്റ്വീൻ -1 and 1, -1-നും 1-നും ഇടയ്ക്കുള്ള റീജിയണിൽ ഈ ഗ്രാഫ് വാല്യൂ ഇല്ല. അപ്പോൾ 0 to π by 2-ൽ, ഇഫ് എക്സ് വേരീസ് ഫ്രം 0 to π by 2, കൊസീക് എക്സ് ഇൻഫിനിറ്റിയിൽ നിന്നും 1-ലേക്ക് ഡിക്രീസ് ചെയ്യുന്നതാണ് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ 0 to π by 2-ൽ. ഓക്കെ, അടുത്ത π by 2 to πയിലാവുമ്പോൾ അത് 1-ൽ നിന്ന് വീണ്ടും ഇൻക്രീസ് ചെയ്യുന്നു, ഇൻഫിനിറ്റിയിലേക്ക് ഇൻക്രീസ് ചെയ്യുന്നു. എക്സ് വേരീസ് ഫ്രം π by 2 to π, കൊസീക് എക്സ് ഇൻക്രീസസ് ഫ്രം 1 to ഇൻഫിനിറ്റി. ഓക്കെ, അടുത്തത് പൈയിൽ നിന്ന് 3π by 2, ദാറ്റ് ഈസ് തേർഡ് ക്വാഡ്രൻറ്റിലാവുമ്പോൾ, പൈയിൽ നിന്ന് 3π by 2 ആവുമ്പോൾ കൊസീക് എക്സിൻ്റെ ഗ്രാഫ് നെഗറ്റീവ് ഇൻഫിനിറ്റിയിൽ നിന്ന് ഇൻക്രീസ് ചെയ്തിട്ട് എവിടം വരെ വരും? -1 വരെ വരും. ഇനി 3π by 2 2π ഫോർത്ത് ക്വാഡ്രൻറ്റിലാവുമ്പോൾ ഇത് -1-ൽ നിന്ന് ഡിക്രീസ് ചെയ്ത് നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഇങ്ങനെയാണ് ആ 4 ക്വാഡ്രൻറ്റിൽ ഈ കൊസീക് എക്സിൻ്റെ ഗ്രാഫ് വരുന്നത്. ഇനി ഇതിന് മാറ്റം വരും, മീൻസ് ഇത് അടുത്ത ഒരു 0 to 2π, അടുത്തൊരു 2π റീജിയൻ എടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ 0 to -2π എടുത്തു കഴിഞ്ഞാലും ഈ പറഞ്ഞ 0 to π by 2-ലും π by 2 to πയിലും -π by 2 to π -πയിലും -π to -3π by 2-ലും -3π by 2 to -2πയിലും ഇതേ വാല്യൂ വേരി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഫംഗ്ഷൻ f of x is equal to cosec x. ഓക്കെ, നെക്സ്റ്റ് ഈസ് f of x is equal to sec x. sec xൻ്റെ വാല്യൂ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് നോക്കൂ. ഈ sec xൻ്റെ ഗ്രാഫ് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും ഇത് -1 1-ൽ ഈ ഗ്രാഫ് ഇല്ലയെന്ന് കാണാൻ പറ്റും. ഓക്കെ, ഇനി 0 to π by 2-ൽ എന്താ വരിക? ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ദാറ്റ് ഈസ് ഇൻക്രീസസ് ഫ്രം 1 to ഇൻഫിനിറ്റി. 0 to π by 2, the graph, the value of the function f of x is equal to sec x increases from 1 to ഇൻഫിനിറ്റിയിലേക്ക് ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ π by 2 to πയിൽ, π by 2-ൽ ഇത് നോട്ട് ഡിഫൈൻഡ് ആണ്. ഓക്കെ, സീക്ക് π by 2 നോട്ട് ഡിഫൈൻഡ് ആണ്. ഇനി π by 2 to πയിൽ അത് നെഗറ്റീവ് ഇൻഫിനിറ്റിയിൽ നിന്നും അങ്ങോട്ട് വരുന്നു, -1-ലേക്ക് ഇൻക്രീസ് ചെയ്യുന്നു. സോറി, ഓക്കെ, increases from -infinity to -1, and then π to 3π by 2, that is decreases from -1 to -infinity. ഇവിടുന്ന് sec πയുടെ വാല്യൂ ഇവിടെ -1 ആണ്, അവിടുന്ന് നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് ഡിക്രീസ് ചെയ്യുന്നു. ഇനി 3π by 2 to 2π ആണെങ്കിലോ, that is decreases from infinity to 1, ഇൻഫിനിറ്റിയിൽ നിന്ന് 1-ലേക്ക് ഡിക്രീസ് ചെയ്യുന്നു. ഈ 2π to 5π by 2 ആണെങ്കിൽ ഇവിടുന്ന് റിപ്പീറ്റ് ചെയ്ത പോലെ തന്നെ 0 to π by 2-ൽ എന്താണോ വരുന്നത് അത് തന്നെയായിരിക്കും ഇവിടെ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ദാറ്റ് ഈസ് f of x is equal to sec x, the graph. Okay, now the last one, f of x is equal to cot x. In the first quadrant 0 to π by 2-ൽ that is decreases from infinity to 0. 0 to π by 2-ൽ decreases from infinity to 0. ഇൻഫിനിറ്റിയിൽ നിന്ന് 0-ലേക്ക് ഡിക്രീസ് ചെയ്യും. Then π by 2 to π again decreases from 0 to -infinity. π by 2 to πയിൽ 0-ൽ നിന്ന് -ഇൻഫിനിറ്റിയിലേക്ക് ഡിക്രീസ് ചെയ്യുന്നു. ഇനി π to 3π by 2 എടുത്തു കഴിഞ്ഞാൽ that is decreases from infinity to 0. 3π by 2 to 2πയിൽ that is ഫോർത്ത് ക്വാഡ്രൻറ്റിലാണെങ്കിൽ that is decreases from 0 to -infinity. Okay,
സോ ഇതെല്ലാം ഏത് ക്വാഡ്രൻറ്റിൽ എടുത്തു കഴിഞ്ഞാലും അത് ഈ കോട്ട് റേഷ്യോയ്ക്ക് ഡിക്രീസിങ് ആണ് വരുന്നത്. മൈനസ് ഇൻഫിനിറ്റിയിൽ നിന്നും സീറോയിലേക്ക്, അല്ലെങ്കിൽ ഇൻഫിനിറ്റിയിൽ നിന്ന് സീറോയിലേക്ക് ഡിക്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ സീറോയിൽ നിന്ന് നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് ഡിക്രീസ് വരും. ഓക്കെ, ഇത് തന്നെയാണ് നമ്മൾ ഇൻ്റർവെൽ മാറുന്നതനുസരിച്ച് ഈ ഗ്രാഫ് വാല്യൂ എല്ലാം അല്ലെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എല്ലാം റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, സോ ദീസ് ആർ ദി 6 ട്രിഗണോമെട്രി ഫംഗ്ഷൻസ്. അതിൽ സൈൻ എക്സും കോസ് എക്സും ടാൻ എക്സ് വരുമ്പോൾ, അതിൽ x/2 വരുമ്പോൾ എങ്ങനെയാണ് ഗ്രാഫ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ച്, അല്ലെങ്കിൽ 2x വരുമ്പോൾ മൾട്ടിപ്പിൾ വരുമ്പോൾ ഗ്രാഫ് എങ്ങനെയാവും, അതിൻ്റെ ഏത് പോയിന്റിലാണ് 0 വരുന്നത് എന്നുള്ളത് ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. ഓക്കെ.